പാലായിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 1000 വോട്ട് കൂടി ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം പ്രവർത്തനം തുടങ്ങിയവർ ആണ് ജോസ് കെ മാണിയും ഷോൺ ജോർജും എന്നതാണ് വിമർശനം. തോൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കാതെ ജോസ് കെ മാണി മത്സരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ച ഈ FCRA വിഷയം അത് ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമായിക്കൊണ്ട് ഒരു ഏകീകരണം തന്നെ സംഭവിക്കും എന്നാണ് കാപ്പൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മാണി സി കാപ്പനാണ് നിലവിലെ MLA. എന്താണ് ഇനി വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. എന്താണ് ഞങ്ങൾ നാളെ വേണമെങ്കിലും തയ്യാറാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15,378 മേളിൽ 1000 കൂടെ അത്രയും ഭൂരിപക്ഷം കിട്ടിയിരിക്കും. ഭൂരിപക്ഷം വരെ ഉറപ്പിച്ചു കഴിഞ്ഞ തവണത്തെ പോലെ. ഒരു സംശയമില്ല, നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്കൽ ഇവരൊക്കെ ഇപ്പോഴല്ലേ പ്രവർത്തിക്കാൻ വന്നത്. ഈ തെരഞ്ഞെടുപ്പ് നേരത്തിലെ 2 മാസമായിട്ട് ഷോൺ ഇവിടെ ഉണ്ട്, 2.5 മാസമായിട്ട് ജോസ് കെ മാണി. ഞാൻ ഈ കഴിഞ്ഞ 6.5 വർഷം ഇവരോട് ഉണ്ടായിരുന്നു. അവരുടെ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒപ്പം പങ്കുചേർന്ന് മുമ്പോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയായിരുന്നു. ഈ ജോസ് കെ മാണിയുടെ കോൺഫിഡൻസ് ഷോൺ ജോർജ് മാണി സി കാപ്പന്റെ കുറെ വോട്ടുകൾ പിടിക്കും, അങ്ങനെ ജയിക്കാം എന്നൊക്കെ ഉള്ളതാണ്. വോട്ട് എണ്ണുമ്പോൾ കണ്ടാൽ മതി. കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, വോട്ട് എണ്ണുമ്പോൾ കണ്ടോട്ടും. ഈ ഷോണും വലിയ കോൺഫിഡൻസിലാണ്. കോൺഫിഡൻസ് ആർക്ക് വേണേ ആകാമല്ലോ. ഞാൻ തെളിയിച്ചവനാണ്. ഞാനിത് പറയുമ്പം ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദിസ് മച്ച് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം ഞാൻ ഇത്രയും മെജോറിറ്റി ഇവിടെ പിടിച്ചതാണ്. ഈ കുറേ തവണ ഈ 5-6 വർഷമായിട്ട് നിന്നതുകൊണ്ട് മാണി സി കാപ്പന് കുറെ നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ ആ വോട്ടെല്ലാം കാപ്പന് ചോർന്നു പോകുന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു കണക്ക്. പുള്ളിക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ന്യൂട്രലൈസ് ചെയ്ത് പോക്കോളൂ. ഈ എന്താണ് നെഗറ്റീവ് എന്നാന്ന് ഇത് തന്നെ പാലക്കാരോട് പറഞ്ഞു കൊടുക്കണോ? ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ടു. 1.5 കൊല്ലം ബാക്കി നിൽക്കുക, അത് രാജിവെച്ചു. 6 വർഷമുള്ള രാജ്യസഭയ്ക്ക് അത് 3.5 വർഷം ബാക്കി നിൽക്കുക, രാജിവെച്ചു. ഇവിടെ അസംബ്ലി വന്ന് വിളിച്ചു. ഇത് തോറ്റപ്പോൾ വീണ്ടും ഈ 3.5 കൊല്ലത്തിന് ബാക്കിയും കിട്ടി. അത് കഴിഞ്ഞ് പുതിയൊരു രാജ്യസഭയുടെ പിണറായിയോട് പറഞ്ഞ് മേടിച്ചു. അവർക്കൊരു വേക്കൻസി വന്നു. ഇനി 4.5 കൊല്ലം ബാക്കി നിൽക്കുക. ഇത്തവണ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, രാജിവെക്കാതെ അവതരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുള്ളിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് തോക്കുമെന്ന്. അതായത് രാജ്യസഭ MP ആയി തുടരാൻ വേണ്ടിയാണ് അതെന്നുള്ളതാണ്. ആയിരിക്കും. അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള നിർബന്ധം കൊണ്ടാണല്ലോ മത്സരിച്ചത്. ഈ ഇപ്പുറത്ത് FCRA പോലുള്ള വിഷയങ്ങൾ അതെങ്ങനെയാണ് സഭാ വോട്ടുകളിലൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക? സഭാ വോട്ടുകൾ ഏകീകരിക്കപ്പെടും. അതെങ്ങോട്ടേക്ക് വരും? അത് സ്വാഭാവികമായിട്ടല്ല. ഇത് ചെയ്ത BJP കൊടുക്കാൻ പറ്റും. ഇനി ജീവിതത്തിൽ ഭരണത്തിൽ വരികയില്ലാത്ത LDFന് കൊടുക്കാൻ പറ്റും. കൊടുക്കാവുന്ന ഒരവസ്ഥയേ ഉള്ളൂ. അത് UDF സ്ഥാനാർത്ഥിക്കാം. കാപ്പൻ മന്ത്രിസഭയിൽ ഉണ്ടാവും. അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. പിന്നീട് സ്വാഭാവികമായി ഘടകകക്ഷി കാണാം. UDFന് ഒരു എത്ര സീറ്റാണ് പ്രവചിക്കുന്നത്? UDFന് എൻ്റെ കണക്കിൽ 88-നും 100-നും സീറ്റ് എത്രത്തോളം വരും? ഈ പ്രശ്നങ്ങളോ നെഗറ്റീവ് ഒന്നും ബാധിക്കില്ല. ഒന്നും ജനം റെഡിയായിട്ടിരിക്കുക. കൈ കിട്ടിയാൽ അപ്പം തട്ടും. എന്തായാലും അതാണ് മാണി സി കാപ്പന്റെ ഒരു ആത്മവിശ്വാസം. UDF മന്ത്രിസഭ അധികാരത്തിൽ വരും എന്ന് വരെ അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. പാലായിൽ നിന്ന് G ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.